നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ 9:23 തന്നെ നമുക്കിവിടെ ഒരു എൻട്രി കിട്ടിയിരുന്നു. നമ്മൾ ആ ട്രേഡ് എക്സിറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് 9:23 എൻട്രി കിട്ടി. നിങ്ങൾ ഈ കാണുന്ന വൈറ്റ് ലൈൻ കഴിഞ്ഞ ദിവസത്തെ ഡേ ലോ ആണ്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നല്ലൊരു റീടെസ്റ്റ് അങ്ങോട്ട് തന്നു. അവിടുന്ന് കൃത്യമായി റിജക്ഷനും തന്നു. അപ്പോൾ ഈ റിജക്ഷൻ ക്യാൻഡിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. അപ്പോൾ ഈ പ്രൈസിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. അതിനുശേഷം 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. കുറച്ചൊന്ന് നമ്മുടെ സൈഡിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം അത് തിരികെ പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ക്ലിയർലി എടുത്തു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിൽ തന്നെ വന്നേക്കുവാണ്. പക്ഷേ നമ്മൾ ട്രേഡിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ജേണൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 6ാമത്തെ ദിവസമാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത്. ഇന്നലത്തെ ഒരു ദിവസം നമുക്കിവിടെ ട്രേഡ് നമ്മൾ എടുത്തിരുന്നില്ല. വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ഈ മാസം ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതുവരെ 4-ാം തീയതി മുതൽ 8 ദിവസം ലോസും 4 ദിവസം പ്രോഫിറ്റുമാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 4 × 2 8% പ്രോഫിറ്റും 8% ലോസും പ്ലസ് ഇതൊരു 1:3 ആണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് തന്നെ 9% പ്രോഫിറ്റും 8% ലോസുമാണ്. അപ്പോൾ നെറ്റ് നമ്മൾ പ്രോഫിറ്റിൽ വരേണ്ടിയിരുന്നതാണ്. പക്ഷേ ഒരു ദിവസം നമ്മളിവിടെ മൾട്ടിപ്പിൾ ട്രേഡ്, അതായത് 2 ട്രേഡ് എടുത്തു. അതുകൊണ്ട് ആണ് നമ്മൾ നെറ്റ് ലോസ് ഇപ്പോൾ കാണിക്കുന്നത്. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രോഫിറ്റ് ഇതുവരെ ചെയ്ത് തുടങ്ങിയതിൽ ഫസ്റ്റ് മന്ത് നമ്മൾ ലോസ് ആയിരുന്നു, സെക്കൻഡ് മന്ത് നമ്മൾ പ്രോഫിറ്റിലായിരുന്നു, തേർഡ് മന്ത് ലോസ്, ഫോർത്ത് മന്ത് ലോസ്, ഫിഫ്ത്ത് മന്ത് ലോസ് ആയിരുന്നു. അതിനുശേഷം 6ാമത്തെ മാസമാണ് നമ്മൾ പ്രോഫിറ്റിലേക്ക് വന്നത്. ഈ മാസം ഇപ്പോൾ ബ്രേക്ക് ഈവൻ എന്ന് പറയാവുന്ന സ്റ്റേജിൽ നമ്മൾ നിൽപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ട്രേഡിംഗ് ഉള്ളത് ഒരു 3-4 ദിവസം കൂടെയാണ് നമുക്കിനി ട്രേഡിംഗ് ഉള്ളത്. 3 ദിവസം. അപ്പോൾ ഈ 3 ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ മാസം അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും എന്നത് നമുക്ക് അവസാനത്തേക്ക് അറിയാം. അപ്പോൾ ഇതുവരെ നമ്മൾ മൊത്തം 121 ദിവസമാണ് ഇന്നടക്കം ട്രേഡ് ചെയ്തേക്കുന്നത്. 72 ദിവസം ലോസും 49 ദിവസം പ്രോഫിറ്റും. നമുക്ക് വേണ്ടിയ മിനിമം വിൻ റേഷ്യോ എന്ന് പറയുന്നത് 40% ആണ്. സ്റ്റിൽ നമ്മളിപ്പോഴും 40% വിൻ റേഷ്യോയിൽ നിൽക്കുന്നുണ്ട് എന്നതാണ് നമ്മളുടെ ഒരു ആശ്വാസം. ഓക്കെ, അപ്പോൾ 200 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നെറ്റ് ഇവിടെ കാണിക്കുന്ന പ്രോഫിറ്റാണോ ലോസാണോ എന്നതിനെപ്പറ്റി നമ്മൾ തൽക്കാലം ചിന്തിക്കുന്നില്ല. നമ്മൾ നമ്മളുടെ സ്ട്രാറ്റജി ആസ് പെർ ദ റൂൾ തെറ്റിക്കാതെ ട്രേഡ് ചെയ്യുന്നതിനുള്ള പ്രാക്ടീസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആഫ്റ്റർ 200 ഡേയ്സ് നമ്മൾ കോമ്പൗണ്ടിങ് പ്ലസ് നമ്മൾ ഇത് ഏകദേശം തറവായിട്ടുണ്ടാകും. ബൈ ഡിഫോൾട്ട് നമ്മൾ ഒത്തിരി ദിവസങ്ങൾ, അതായത് ഇനിയും ഇപ്പോൾ ഒരു 80 ദിവസത്തോളം നമുക്ക് മാർക്കറ്റിൽ കാണാൻ കിടക്കുന്നുണ്ട്. സോ നമ്മുടെ എക്സ്പീരിയൻസ് അത്രയും കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഒരു മെക്കാനിക്കൽ ലെവലിൽ, അതായത് മൈൻഡൊക്കെ മാറ്റി വെച്ചിട്ട് മെക്കാനിക്കലി നമുക്ക് ഈ ട്രേഡിനെ കാണാനും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്യാനും സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും പിന്നീട് ഫ്രീ ആയി. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇന്നത്തെ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പാണ്. നമ്മളുടെ റൂള് പ്രകാരം കൃത്യമാണ്. 1:2 ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അതിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലെവൽ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ 1:2 ഇവിടെയാണുള്ളത്. അതിലേക്ക് അതെന്തായാലും എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന് പറയുമ്പോൾ പോലും നമ്മളുടെ ഈ സ്റ്റോക്കിൻ്റെ മിനിമം മൂവ് ഒരു 2% നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 2% എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ 1:2 റിസ്ക് റിവാർഡ് കവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വരെ വന്ന് ടച്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ 0.5% ആണ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടിരുന്നത്. അത് കൃത്യമായിട്ട് ഇവിടെ എടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡിൽ നിന്ന് ഔട്ടാണ്. മാർക്കറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ആണെങ്കിലും ഡൗൺ ട്രെൻഡ് കാണിക്കുവാണ്. നമ്മുടെ സ്റ്റോക്കും ഡൗൺ ട്രെൻഡ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺ ട്രെൻഡ് തന്നെയാണ് എൻട്രി എടുത്തതും. നമുക്കിനി ഒരു 15 മിനിറ്റിലേക്കും അതുപോലെ തന്നെ 4 അവറിലേക്കും കൂടെ ഒന്ന് സ്വിച്ച് ചെയ്ത് കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ 15 മിനിറ്റിൽ നിങ്ങൾക്ക് ഈ സപ്പോർട്ട് നമ്മൾ വരച്ചേക്കുന്നത് ഇവിടെ കാണുന്നുണ്ടാവും. ഇവിടെ കഴിഞ്ഞൊരു ദിവസം വന്ന ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ മാർക്ക് ചെയ്തതാണ്.
അതുകൊണ്ടാണ് നമ്മളിവിടെ വരെ മാർക്കറ്റ് വരും എന്ന പ്രതീക്ഷ പറഞ്ഞത്. കാരണം ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ഹൈ, അതിനെ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ കഴിഞ്ഞ ദിവസത്തെ ഹൈയും മുന്നിലത്തെ ദിവസത്തെ ലോയും ഒരേ പോയിൻ്റാണ്. സോ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഒരു ലെവൽ നമ്മൾ കാണുന്നത്, അതിനുശേഷം ഇവിടെയും. ഇനി ഈ ഒരു ലെവലിനെ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇതേ ഏരിയയിൽ വീണ്ടും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ അതൊരു ലെവൽ തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലായിരുന്നു ഇന്നത്തെ ട്രേഡ്. നമുക്കിനി 4 ഹവറിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് 4 ഹവർ ചാർട്ടിൽ നല്ലൊരു ഡൗൺ ട്രെൻഡ് സ്റ്റിൽ റണ്ണിങ്ങിലാണ്. അപ്പോൾ ഈ ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ആയിട്ടുണ്ടോ നമുക്കതും കൂടെ ഒന്ന് നോക്കാം. നമ്മളിവിടെ ഉള്ള മാർക്കിങ്സ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാം. എന്നാലും ഒന്നും കൂടെ നമുക്ക് ഈ നടക്കുന്ന ട്രെൻഡിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മാർക്കറ്റ്. അതിനുശേഷം ഇവിടെ മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്ത് മേളിൽ കയറിയിട്ടുണ്ട്. അതിനുശേഷം ഒരു റീടെസ്റ്റ് അതേ ട്രെൻഡ് ലൈനിലേക്ക് തരുന്നുണ്ട്. ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നില്ല എങ്കിൽ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് റിവേഴ്സൽ ആകുന്നു എന്നതാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് നിഫ്റ്റിയിലും അതൊന്ന് വിലയിരുത്തി നോക്കാം. 15 മിനിറ്റ് ചാർട്ട്, ഇത് 4 ഹവർ ചാർട്ട്. 4 ഹവർ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിഫ്റ്റിയിലും മാർക്കറ്റ് ഒരു ട്രെൻഡ് റിവേഴ്സൽ നടത്തുകയാണ്. നമുക്ക് ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ 4 ഹവർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലാസ്റ്റ് സ്മോൾ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലോങ് ട്രെൻഡായിട്ട് നമുക്ക് കണക്കൂട്ടാം. അതേപോലെ തന്നെ ഇനിയൊരു സ്മോൾ ട്രെൻഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു സ്മോൾ ട്രെൻഡും വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ ചെറിയ ട്രെൻഡ് നോക്കിയാലും വലിയ ട്രെൻഡ് നോക്കിയാലും ഇത് ഏകദേശം അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയിട്ടുണ്ട്. താഴത്തേക്ക് ഒരു റീടെസ്റ്റിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇത് തിരിഞ്ഞ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കരുതാവുന്നത് മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സൽ ആകുന്നു എന്ന് നമുക്ക് കണക്കൂട്ടാം. ഇനി ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ ഏകദേശം അതേ കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഡൗൺ ട്രെൻഡ് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ വരെ വന്നിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഹിസ്റ്റോറിക്കൽ ഡാറ്റയിലേക്കും കൂടെ ഒന്ന് പോകാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് മാർക്കറ്റ് പോയി. അപ്പോൾ ഈ ഏരിയ നമ്മൾ കുറച്ച് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ കൃത്യമായി അതേ ഭാഗത്ത് വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് പ്രൈസ് ആക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിക്കുകയും മാർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് ലൈനും ബ്രേക്ക് ആയിട്ടുണ്ട്, ഒപ്പം ഈ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ സപ്പോർട്ടും എടുത്തിട്ടുണ്ട്. സോ ഇവിടുന്ന് മാർക്കറ്റിൻ്റെ ട്രെൻഡ് റിവേഴ്സ് ചെയ്യുന്നു എന്ന് നമുക്ക് കണക്കുകൂട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മേജർ ട്രെൻഡ് എന്താണ്, അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ നിഫ്റ്റിയിലും മേജർ ട്രെൻഡ് ഇപ്പോൾ റിവേഴ്സ് ആവുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡേ ക്യാൻഡിൽ എടുക്കാം. നമ്മളുടെ ട്രേഡിംഗ് സ്റ്റോക്കിലും ട്രെൻഡ് ഇവിടെ റിവേഴ്സ് ആവുകയാണ്. ഇനി ഈ സപ്പോർട്ടും കൂടെ നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഹിസ്റ്റോറിക്കലി എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഏരിയ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നു. അതിന് ശേഷം ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല സപ്പോർട്ടായിട്ട് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം അതേ പോയിന്റിലെത്തിയപ്പോൾ നമ്മുടെ സ്റ്റോക്കിലും ഇവിടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ട്രെൻഡ് ലൈനിനെ റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് ഈ ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ടും കൂടെ എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കിലും ട്രെൻഡ് റിവേഴ്സൽ ആകുന്നു എന്ന് നമുക്ക് കണക്കൂട്ടാം. ഇനി സ്റ്റോക്കിൻ്റെ ഹൈ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ ഹൈ നമുക്ക് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രെൻഡ് റിവേഴ്സൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് പോകാവുന്ന മാക്സിമം ഹൈ അവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ വരെ സ്റ്റോക്കിന് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു, ഇവിടുന്ന് മാർക്കറ്റ് ട്രെൻഡ് ലൈനിൽ നിന്ന് റിവേഴ്സ് ആവുകയാണെന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന്
സമയം എപ്പോഴും അങ്ങോട്ട് എത്തുമെന്ന് അറിയത്തില്ലെങ്കിലും 21% മൂവ് മുകളിലേക്ക് നടത്താനുള്ള സ്കോപ്പ് അവിടെ കിടപ്പുണ്ട് മാർക്കറ്റ്. അതാണ് നമ്മുടെ NTPCയുടെ അവസ്ഥ. ഇനി നമ്മുടെ സ്റ്റോക്ക് ONGC. ONGCയിലേക്ക് വരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രൈസ് ആക്ഷൻ നമ്മളോട് പറയുന്നത്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഡേ ക്യാൻഡലിലെ ചാർട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ ഒന്ന് ക്ലിയർ ചെയ്തു. അതിനുശേഷം നമുക്കിതിൻ്റെ ട്രെൻഡ് ലൈൻ ഒന്ന് പുതുക്കി വരയ്ക്കാം. ONGC ഈ കാണുന്ന പോലെ തന്നെ അതും ജസ്റ്റ് ഒന്ന് ട്രെൻഡ് ലൈൻ ബ്രേക്ക് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ ലാസ്റ്റ് കിട്ടിയേക്കുന്ന സപ്പോർട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റെസിസ്റ്റൻസ് കിട്ടി, അതിന് ശേഷം ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ ഏരിയയിലേക്ക് വരുമ്പോഴൊക്കെ സപ്പോർട്ട് കിട്ടുന്നതായിട്ട് കാണാം. സോ ONGCയിലും ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അടുത്ത ദിവസം മുതൽ നമുക്ക് കൂടുതൽ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ അത് ലോങ് എൻട്രീസ്, അതായത് അപ്പർ ട്രെൻഡ് ആണ് എന്ന് കണക്കൂട്ടി വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. അതിൻ്റെ കാരണം കൂടെ നമുക്കിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. നമ്മൾക്ക് ഇതുവരെ ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് ഡബിൾ ടോപ്പ് വെച്ച് മാർക്കറ്റ്, അതിനുശേഷം തിരിഞ്ഞ് താഴത്തേക്ക് പോരുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. കാരണം ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നു എന്ന് കണക്കൂട്ടിയാൽ ഈ ഒരു ഡേ തൊട്ട് നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ വരെ, കാരണം ഇവിടെ വന്നപ്പോൾ മാർക്കറ്റ് വീണ്ടും ആ ട്രെൻഡ് ലൈനെ ക്രോസ് ചെയ്ത് ക്ലോസിങ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ വരെ നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം മൊത്തം 70 ദിവസം, അതായത് 70 ബാറുകളാണ്. 104 ദിവസത്തിൽ 70 ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 70 ക്യാൻഡിൽസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ 70-ൽ എത്ര ദിവസം മാർക്കറ്റ് പോസിറ്റീവ്ലി ക്ലോസ് ചെയ്തു, എത്ര ദിവസം മാർക്കറ്റ് നെഗറ്റീവ്ലി ക്ലോസ് ചെയ്തു, അതൊന്ന് വിലയിരുത്തുമ്പോൾ നമുക്കിതിൻ്റെ ആ ട്രെൻഡിനോടൊപ്പം ട്രേഡ് ചെയ്ത് പോകേണ്ടതിൻ്റെ ആവശ്യകത കൃത്യമായി നമുക്കപ്പോൾ മനസ്സിലാവും. നമുക്കൊന്ന് നോക്കാം. ഈ ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ നമുക്ക് എണ്ണി നോക്കാം. ഇപ്പോൾ പച്ച ക്യാൻഡിൽസാണ് നമ്മൾ എണ്ണാൻ പോകുന്നത്. പോസിറ്റീവ്ലി ഒരു ദിവസം 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24 ദിവസങ്ങളാണ് പോസിറ്റീവ്ലി ക്ലോസിങ് തന്നിട്ടുള്ളത്. ടോട്ടൽ ഡേയ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു. ടോട്ടൽ ഡേയ്സ് വരുന്നത് 70 ദിവസമാണ്. 70 ദിവസത്തിൽ 24 ദിവസമാണ് പോസിറ്റീവ്ലി മാർക്കറ്റ് ക്ലോസിങ് തന്നിട്ടുള്ളൂ. അതായത് 24 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 100, 34% ദിവസം മാത്രമാണ് മാർക്കറ്റ് ഈ ട്രെൻഡിന് എഗൻസ്റ്റ് ആയിട്ട് ക്ലോസിങ് തന്നിട്ടുള്ളൂ. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമ്പിളി ഇത്രയേ ഉള്ളൂ. ഒരു ട്രെൻഡ്, മേജർ ട്രെൻഡ് എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിപ്പോൾ ഡെയിലി ക്യാൻഡിലാകാം, ഇല്ലേ 4 അവർ ടൈം ഫ്രെയിമിലായിരിക്കാം. മേജർ ട്രെൻഡ് എന്താണെന്ന് നോക്കി ആ സൈഡിലേക്ക് നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ 35% തെറ്റാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഒരു 65% ഓഫ് ടൈമും നമുക്ക് ട്രേഡ് വിൻ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടി. അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങളും കൂടെ എടുത്ത് മാറ്റിയാലും ഈ 65% ദിവസത്തിൽ ഒരു 50%ഓ ഇല്ലെങ്കിൽ എന്തായാലും ഒരു 40% നമുക്ക് കിട്ടും എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ 1:2 വെച്ച് റിസ്ക് റിവാർഡ് കിട്ടിയാൽ 40% വിൻ റേഷ്യോ മതി ഒരു മനുഷ്യന് വിജയിക്കാൻ. അപ്പോൾ ട്രേഡിംഗ് സിമ്പിളാണ്. ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതിനെല്ലാം ഒത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യുമ്പോൾ, ഇതൊരു ദിവസം കൊണ്ട് പെട്ടെന്ന് പറ്റുന്നതല്ല, 2-3 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും. ഇപ്പോൾ എനിക്ക് സാധിച്ചത് അങ്ങനെയാണ്. അതുപോലെ പലർക്കും സാധിക്കുന്നത് 2-3 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യരാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും പൈസ ഇൻവോൾവ് ചെയ്യുന്നൊരു ഗെയിം തന്നെയാണ് ട്രേഡിംഗ്. അതിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിച്ചതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇമോഷണലി തീരുമാനങ്ങൾ എടുക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ നമ്മളൊന്ന് പാകപ്പെട്ട് വരാൻ നമുക്ക് വേണ്ടി വരുന്നൊരു സമയമാണ്. അതായത് ആ ഇമോഷനൊക്കെ കൺട്രോൾ ചെയ്ത് ആസ് പെർ ദ റൂൾ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യൂ എന്ന് പറയുന്നൊരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താനുള്ള എടുക്കുന്നൊരു സമയമാണ് ഈ ഒരു 3 വർഷം വരെ.
അപ്പോൾ ഈ ഒരു 3 വർഷമൊക്കെ ട്രേഡ് ചെയ്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടാണ് പലരും വിജയത്തിലേക്ക് എത്തുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇനി NTPCയിൽ ഇതേ കാൽക്കുലേഷൻ നമുക്കൊന്നും കൂടെ നടത്തി നോക്കാം. NTPCയിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ട്രെൻഡ് റിവേഴ്സലായി എന്ന് കണക്ക് കൂട്ടിയാൽ മൊത്തം എത്ര ദിവസം എന്ന് നമുക്ക് നോക്കാം. ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ 37 ദിവസമാണ്. അപ്പോൾ നമുക്ക് NTPCയിലും ഇതുപോലെ തന്നെ എത്ര ശതമാനം ദിവസമാണ് ട്രെൻഡിന് എഗെയിൻസ്റ്റ് മൂവ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇന്ന് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 37 ദിവസമാണ് ട്രേഡിംഗ് ഉള്ളത്. അപ്പോൾ ഈ 37 ദിവസത്തിൽ എത്ര ദിവസം ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ദിവസമാണ് ട്രെൻഡിന് എഗെയിൻസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സ് വരുന്നത് 37 ദിവസമാണ്. 37 ദിവസത്തിൽ 10 ദിവസം. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 37 ഇൻറ്റു 100, അതായത് 27% ദിവസമാണ് ട്രെൻഡിന് എഗെയിൻസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 30 കണക്കൂട്ടിയാൽ പോലും നമുക്ക് 70%, ഇപ്പോൾ 100 ദിവസം ട്രേഡ് ചെയ്താൽ 70 ദിവസവും നമ്മുടെ സൈഡിലേക്കാണ് മാർക്കറ്റ് ഓടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 40% വിൻ കിട്ടിയാൽ മതി. അതായത് ഇങ്ങനെ മൂവ് ചെയ്ത ദിവസങ്ങളിൽ പോലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന ദിവസങ്ങളുണ്ടാവാം. അങ്ങനെയൊക്കെ കണക്കൂട്ടിയാലും ഈ 70-ൻ്റെ ഒരു 50%-ലധികം, അതായത് ഒരു 40% നെറ്റ് നമുക്ക് കിട്ടിയാൽ മതി. ഒരു 40 ദിവസം വിൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇനി 40 ദിവസം അത് നമ്മൾ പറയുന്ന 1:2 വെച്ചിട്ട് കിട്ടേണ്ടതാണ്. ഇവിടെയൊക്കെ നമ്മൾ 1:2 എടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ 1:2 എടുത്തിട്ടുള്ള സമയത്തൊക്കെ നമുക്കിവിടെ കാണാം മാർക്കറ്റ് 1:3, 4, 7, 5, 6 ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ 5, 6 ഒക്കെ നമുക്ക് ചാർട്ടിൽ കണ്ടുപിടിക്കാനും പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിലേക്കൊന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ലെവലിലുള്ള ടാർഗറ്റുകളെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റി തുടങ്ങുമ്പോൾ 1:2 വെച്ചിട്ട് തന്നെ നമുക്ക് 40% വിൻ റേഷ്യോയിൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1:3, 4 ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 5,000 റുപ്പീസ് ഇട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് 10 വർഷത്തേക്ക് അതിൻ്റെ കോമ്പൗണ്ടിങ് എഫക്റ്റ് എടുത്താൽ നിങ്ങൾ തന്നെ കണക്കൂട്ടി നോക്കുക, അത് വലിയൊരു കണക്കിലേക്കാണ് ചെന്ന് എത്തുന്നത്. ഇന്നിപ്പോൾ നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസ് കൊടുത്തു. ഇനി മാർക്കറ്റ് ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1:2 കിട്ടുമായിരുന്നോ? 1.3 വരെ മാർക്കറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 1:2 കിട്ടാനായിട്ട് നിങ്ങളിന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് നോക്കിയോ, 1:2 ഇന്ന് മിക്കവാറും ഹിറ്റ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓവറോൾ ട്രെൻഡ് കണ്ടുപിടിക്കുകയും അതിനൊപ്പം ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വിൻ ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ എടുത്ത പൊസിഷൻസ് ഏത് സൈഡിലേക്കാണെന്നുള്ളത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടു ലാസ്റ്റ് 34 ഡേയ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 10-50 ദിവസം നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ്. പക്ഷേ നമ്മൾ ട്രേഡ് എടുത്തേക്കുന്നത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഇപ്പോൾ ലാസ്റ്റ് 50 ഡേയ്സ് എന്ന് പറയുവാണെങ്കിൽ ഒരു മാസത്തെ നോക്കാം. ഈ ഒരു ലാസ്റ്റ് 1 മന്ത് നോക്കിയാൽ പോലും നമുക്ക് ഈ പറയുന്ന 4-ാം തീയതി മുതൽ ഇവിടെ നമ്മൾ ലോങ് എൻട്രി എടുത്തു, അടുത്ത ദിവസം ഷോർട്ട് എൻട്രി എടുത്തു, പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ലോങ് എൻട്രി എടുത്ത ദിവസം നമുക്ക് ലോസാണ് കിട്ടിയത്. ഇനി ലോങ് എൻട്രി അടുപ്പിച്ച് 3 ദിവസം നമ്മൾ എടുത്തിട്ടുണ്ട്, ആ ദിവസം എല്ലാം നമുക്ക് ലോസാണ് കിട്ടിയത്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ സ്ട്രാറ്റജി പറയുന്നത് ഇങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത് ഏത് സൈഡാണ്? മെജോറിറ്റി ഓഫ് ടൈം, ഇല്ലെങ്കിൽ 60%-ലധികം സമയവും മാർക്കറ്റ്
ഏതാണോ മേജർ ട്രെൻഡ് ആ സൈഡിലേക്കാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ലോങ് എടുത്തപ്പോഴൊക്കെ ഡൗൺ ട്രെൻഡിലേക്കാണ് നമ്മൾ എടുത്തിരുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് അത് കാണിക്കുന്നില്ല സ്ട്രാറ്റജിയിലെങ്കിൽ വെയിറ്റ് ചെയ്യുക. അതിന് ആ ഒരു സെറ്റപ്പ് വന്നിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നമ്മൾ ഷോർട്ട് എൻട്രി എടുത്തു, ലോസ് കിട്ടിയതിട്ടുണ്ട്. അടുത്ത ദിവസം ഷോർട്ട് എടുത്തു, പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ നമ്മൾ ലോങ് ആണ് എടുത്തത്, ലോസാണ് കിട്ടിയത്. ലോങ് എടുത്തു, പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്കിവിടെ മെജോറിറ്റി ലോസ് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ എടുത്തേക്കുന്ന മെജോറിറ്റി ട്രേഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതാണ് സംഭവം. അതായത് നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ് അടിച്ച ഈ ഒരു ലോസിൻ്റെ ടൈം നമുക്ക് നോക്കാം. 6 ദിവസം നമുക്ക് ഇന്നത്തെ അടക്കം കണ്ടിന്യൂസ് ലോസ് അടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നമ്മൾ 1, 2, 3 ദിവസവും ലോങ് എൻട്രിയാണ് എടുത്തേക്കുന്നത്. ദാറ്റ് മീൻസ് ആ 3 ദിവസം നമ്മൾ ലോങ് അല്ല ഷോർട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ ഒരുപക്ഷെ അതിനകത്ത് 3 ദിവസത്തിൽ 1 ദിവസമെങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടിയേനെ, ബൈ ഡിഫോൾട്ട് ഒരു കണക്കായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മേജർ ട്രെൻഡ് എങ്ങോട്ടാണോ അങ്ങോട്ട് മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. നമ്മുടെ സ്ട്രാറ്റജി ആ ട്രെൻഡിന് എഗെയിൻസ്റ്റ് മൂവ് ചെയ്യുന്നു എന്ന് കണ്ടാൽ ആ ദിവസം ആ സ്റ്റോക്കിൽ ട്രേഡ് എടുക്കാതിരുന്നാൽ മതി, മറ്റൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ റഡാറിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2 സ്റ്റോക്കുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. 2% എബോവ് ATR തരുന്ന 2 സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 2 സ്റ്റോക്കിൽ ഏതാണോ മേജർ ട്രെൻഡിൻ്റെ സൈഡിലേക്ക് എൻട്രി തരുന്നത് അതിൽ മാത്രം നമ്മൾ പോയാൽ മതി. ഇപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ടാർഗറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നമ്മൾ കൊടുത്തു. കാരണം നമുക്ക് 60-65 രൂപയെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മാത്രം കൊടുത്തിട്ട് നമ്മൾ പോന്നു. ഇനി ഇന്നത്തെ ദിവസം മാർക്കറ്റ് പോസിറ്റീവിലേക്ക് മേളിൽ പോയി ക്ലോസ് ചെയ്യുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. അത് പോകുന്നത് പൊക്കോട്ടെ. നമ്മൾ ഈ മാത്തമാറ്റിക്സ് മാത്രം നോക്കിയാൽ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റും. അതല്ലാതെ ഇമോഷണലി ഈ പാറ്റേൺസ് ഒക്കെ മാർക്കറ്റ് കാണിച്ചു തരുന്നതിനനുസരിച്ചൊക്കെ അതിൻ്റെ പുറകെ പോയി ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ട്രേഡും ചെയ്യുന്നതുകൊണ്ടിട്ടാണ് ആൾക്കാർ വിജയിക്കാതെ പോകുന്നത്. അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിജയിച്ച് നിൽക്കുന്ന ആൾക്കാർ അവരുടെ അനുഭവ കഥകൾ പറയുന്നത് നമ്മളൊത്തിരി കേട്ടിട്ടുണ്ട്. അത് നിങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. പുതിയ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.